നമ്മൾ അതിനൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ബോർഡ് വെക്കണം. അത് നല്ല രീതിയിൽ വലിയൊരു ബോർഡാക്കിയിട്ട് വെക്കണം. ആ പരിപാടി നമ്മളെ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സംരംഭം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പം ഞങ്ങളിൽ ചെയ്യാവുന്നതല്ല ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ പറയുന്നത്. അത് ഗതാഗത തടസ്സം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മൊത്തമായിട്ട് നമ്മുടെ നാട്ടുകാർ സജീവമായിട്ടുണ്ടാവും. ഒരു പള്ളിയുണ്ട് ഷെരീഫിൻ്റെ. കാലാകാലങ്ങളായിട്ട് എല്ലാ ഉത്സവത്തിനും നമുക്ക് ഒരു കിണ്ടൽ അരി അന്നും ഇന്നും ഈ കഴിഞ്ഞ ഉത്സവം വരെ തന്നോണ്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്ര വലിയൊരു സമ്മേളനം നടക്കുന്നത് നമ്മളെ ഈ ക്ഷേത്ര പരിസരത്ത് എന്ന് പറയുമ്പോൾ അഭിമാനിക്കാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, മനസ്സിന് കുളിർമ സമ്മാനിക്കുന്ന മനോഹരമായ ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സമ്മേളനത്തിൻ്റെ ക്യാമ്പ് നടക്കുന്ന കുന്നൂച്ചി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടുത്തെ ശ്രീ മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മതസൗഹാർദ്ദവും സാഹോദര്യവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ ഈ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെല്ലാം തന്നെ മനോഹരമായി ഈ സമ്മേളനത്തെ സ്വാഗതം ചെയ്യുകയും അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള എല്ലാ സംഭാവനകളും സമർപ്പിച്ച് കൂടെ നിന്നുകൊണ്ടിരിക്കുകയുമാണ്. നമ്മൾ ഈ കുന്നൂച്ചിയിലെ ക്യാമ്പ് സൈറ്റിലേക്കുള്ള ഈ റോഡിന് പോകുന്ന സമയത്ത് ഈ ശ്രീ മുത്തപ്പൻ മഠപ്പുര ക്ഷേത്രം കാണാം. ഈ ക്ഷേത്ര കമ്മിറ്റി തന്നെ, ഇത് എനിക്ക് പിറകിൽ കാണുന്നത് ഇവിടുത്തെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ ഇതാ സമസ്ത സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ലോഗോയും മതസൗഹാർദ്ദത്തിൻ്റെ നാട്ടിലേക്ക് സമ്മേളന പ്രതിനിധികൾക്ക് സ്വാഗതം ഓതിക്കൊണ്ട് ആശംസകളോടെ കുന്നൂച്ചി ബെരിച്ചാത്തോട് ശ്രീ മുത്തപ്പൻ മഠപ്പുര കമ്മിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. ഇവരുടെ ഈ ഒരു സേവനം ഫ്ലെക്സ് ബോർഡിൽ നിൽക്കുകയല്ല. നമ്മൾ ഇവരുമായിട്ടൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുമ്പം എവിടെ എത്തി എന്നൊക്കെ നമ്മൾ ആ സന്തോഷ വിവരങ്ങൾ തിരക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ആഘോഷമല്ലേ, ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളൊക്കെ വരികയല്ലേ, ഞങ്ങളൊക്കെ തയ്യാറാണ്, നിങ്ങൾ വന്നാൽ മാത്രം മതി എന്ന് ആ ഒരു നിസ്സീമമായ മസരണമായ ഒരു സ്വീകരണം ഒരുക്കി ഇവർ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു വാർത്ത ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഇവരെല്ലാവരും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും വരുമെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെയും കാത്ത് അവർ ഈ ക്ഷേത്ര അങ്കണത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഷുഹൈബ് തങ്ങളും ഇബ്രാഹിം കെയും കൂടെയുണ്ട്. നമുക്ക് ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഓരോരുത്തരെയുമായിട്ട് പരിചയപ്പെടണം. പേര് രാധാകൃഷ്ണൻ. ഇരിക്കാം. ക്ഷേത്ര കമ്മിറ്റിയിൽ നിലവിലെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ഞാനൊരു 8-9 വർഷം ഇതിൻ്റെ സെക്രട്ടറിയായിട്ട് കണ്ടിന്യൂ ആയിട്ടുണ്ടായതാണ്. ഇപ്പോൾ പുതിയ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചു. സ്ഥിരമാകുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഇല്ലെന്നെ കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാധികാരിയാണ് ബാലകൃഷ്ണൻ്റെ പേര്. എൻ്റെ പേര് ജയൻ എന്നാണ്. ഞാൻ ഈ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. എൻ്റെ പേര് കുഞ്ഞിരാമൻ എന്നാണ്. നമ്മളിത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തോളമായി. അതിന് ഏറ്റവും കൂടുതൽ സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ കമ്മിറ്റിയുടെ ഖജാൻജി ആയിരുന്നു, ഇപ്പോഴല്ല, നിലവിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. എൻ്റെ പേര് ഗോപിനാഥൻ, ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഈ ഒരു സമ്മേളനം നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുമ്പം ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആകാംക്ഷ എന്താണ്? അതിന് ഇത്ര ആൾക്കാർ നമ്മുടെ ഈ നാട്ടിൽ അത്ര വലിയൊരു ഉത്സവം നടന്നിട്ടില്ല. എന്താണ് സന്തോഷം. നല്ല ഓക്കെ. ഈ ഒരു പ്രദേശം ഈ ഒരു ക്ഷേത്രമൊക്കെ ഒരു ബോർഡൊക്കെ വെച്ച് സ്വീകരണമൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സമസ്ത സമ്മേളനവും ഈ ഒരു നാടും മതസൗഹാർദ്ദം, നിങ്ങൾ പറഞ്ഞു തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ നാട്ടിലേക്ക് സമ്മേളന പ്രതിനിധികൾക്ക് സ്വാഗതം എന്നാണ്. എങ്ങനെയാണ് ഈ ഒരു സമ്മേളനത്തെയും ഈ നിങ്ങളുടെ ക്ഷേത്രവും ഇവിടുത്തെ സൗഹാർദ്ദവും അങ്ങനെയൊക്കെയുള്ളൊരു വിലയിരുത്തൽ എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ മതസൗഹാർദ്ദമായിട്ട് കൊണ്ടുപോകാമെന്ന്. കാരണം നമ്മൾ ഒരു ചെറിയൊരു ചമ്പകം നാട്ടി തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. ഇന്നിപ്പോൾ ഇത് നല്ലൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് അതേമാതിരി എല്ലാവരുടെ സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. അത് മാത്രമല്ല, നമ്മളെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്ര വലിയൊരു സമ്മേളനം നടക്കുന്നത് നമ്മളെ ഈ ക്ഷേത്ര പരിസരത്ത് എന്ന് പറയുമ്പോൾ അഭിമാനിക്കാം നമുക്ക്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. എന്ത് പറയുന്നു?
വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ഇത് ഈ ഒരു പരിപാടി വമ്പിച്ച വിജയമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയമാവും. നിങ്ങളൊക്കെ ഇതിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഗതാഗത സ്തംഭനം ഉണ്ടാകും, അതുപോലെ കുറേ ആളുകൾ വരും. ആ ഒരു സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻസ് നിങ്ങൾ എന്തെങ്കിലും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും അല്ല, നമ്മുടെ നാട്ടിലൊരു പരിപാടി വരുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടി സഹകരിക്കും ഫുള്ളായിട്ട്. അത് ഗതാഗത തടസ്സം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മൊത്തമായിട്ട് നമ്മുടെ നാട്ടുകാർ സജീവമായിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് അങ്ങനെ ഒരു ആ ഒരു അന്തരീക്ഷമൊക്കെ അല്ല, നമ്മൾ പൊതുവേ ഈ ഒരു ഏരിയ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. പിന്നെ മുത്തപ്പൻ്റേത് നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂർക്കാരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മുത്തപ്പൻ്റെ അടുത്തൊരു ഐതിഹ്യമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ചങ്ങായിമാരും എല്ലാവരും നമ്മളില്ലത് ആ ഒരു ബന്ധങ്ങളാണ്. ഇതുവരെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ മുൻപോട്ട് പോയിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു സ്നേഹവും സൗഹാർദ്ദമൊക്കെ ഊട്ടിയുറപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചേട്ടനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ വാർത്തകളിലും മറ്റുമൊക്കെ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ ഒരു ക്ഷേത്രവും ഈ നിങ്ങളുടെ നാട്ടുകാരും ഒക്കെ ഒരു വ്യത്യസ്തമാകുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സംരംഭം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പം ഞങ്ങളെ ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഈ ഇവിടെ പള്ളിയായിട്ട് ഞങ്ങൾക്ക് നല്ലതാണ്. എല്ലാ വർഷവും പള്ളിക്കാരൻ നമ്മുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനിയും നമ്മളുണ്ടാവുന്നില്ല പ്രതീക്ഷകളാണ് ഞങ്ങളുള്ളത്. ഹാപ്പിയാണ്. സമസ്തരെ 100ാം വാർഷികം ഇവിടെ വരുന്നത് നമ്മളെ പ്രദേശത്തേക്കും കുണിയ നാട്ടിനും വളരെ ഇതാണ്. നമ്മൾ കുന്നൂച്ചി പ്രദേശം എന്ന് പറഞ്ഞെങ്കിൽ സ്വതവേ നല്ല ഒരു ശാന്തി, സമാധാനം, പരസ്പരം ബഹുമാനം, ഇതെല്ലാം തമ്മിൽ കലകോലകളൊന്നുമില്ല. ഇപ്പോൾ പുറത്തൊക്കെ എന്തെല്ലോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, മാത്രം ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കൂടിയൊരു തീരുമാനം, നമ്മൾ അതിനൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ബോർഡ് വെക്കണം. അത് നല്ല രീതിയിൽ വലിയൊരു ബോർഡാക്കിയിട്ട് വെക്കണം. ആ പരിപാടി നമ്മളെ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള പ്രദേശമാണ്, 1 കിലോമീറ്റർ വരെ ഇല്ല. പിന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ സമയത്തും അവരിൽ നിന്ന് നമുക്ക് നല്ല സഹകരണം കിട്ടുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു ഉസ്താദിൻ്റെ ഒരു പള്ളിയുണ്ട്, ഷെരീഫിൻ്റെ. കാലാകാലങ്ങളായിട്ട് എല്ലാ ഉത്സവത്തിനും നമുക്ക് 1 കിണ്ടൽ അരി ഇന്നും ഈ കഴിഞ്ഞ ഉത്സവം വരെ തന്നോണ്ടുണ്ട്. നമ്മളൊന്നും പറയൂല, പോയിട്ടൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ എൻ്റെ വകയിൽ 1 കിലോ അരി 1 കിണ്ടൽ അരി എഴുതിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു കണക്റ്റഡായിട്ട് പോകുന്നതാണ്. നമുക്കിതിൽ വേറൊന്നും മുത്തപ്പനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ജയം പറഞ്ഞ മാതിരി ജാതിയോ മതമോ മനുഷ്യന്മാർക്ക് ഉണ്ടെങ്കിലും മുത്തപ്പനൊന്നുമില്ല. മുത്തപ്പൻ എല്ലാവരും ഒരേപോലെയാണ്. ഇവിടെ ഇപ്പോൾ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പുറത്തിലെ മതക്കാർ വന്നിട്ട് മുത്തപ്പനെ കണ്ടിട്ട് പോകുന്നുണ്ട്. തൊട്ടടുത്ത വീട് മുസ്ലിം ഫാമിലിയായിരുന്നു, അവരിപ്പോൾ വിറ്റിട്ട് പോയി, അവരൊക്കെ കാണാൻ വരുന്നുണ്ട്, പുറത്തുനിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു ചെറിയൊരു ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഒന്ന് താൽക്കാലികമായിട്ട് 4 ദിവസത്തേക്ക് ക്ഷമിക്കുക, അത്ര തന്നെ. എന്താ ഈ പുറത്തുനിന്ന് വരുന്നവരെ നാട്ടിനെ പറ്റിയിട്ട് ഒരു പേര് ദോഷം ഉണ്ടാകും പാടില്ല എന്ന് നമുക്ക് നിർബന്ധമുണ്ട് നമ്മളെ കമ്മിറ്റിക്ക്. നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും, ഇവിടെ ഇപ്പം ഇനി വേറെ എന്തെങ്കിലും അത്യാവശ്യ സഹായം വേണമെങ്കിലും കമ്മിറ്റിക്കാർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അത്യാവശ്യം പുറത്ത് എന്തെങ്കിലും ഇരിക്കാനോ പിടിക്കാനോ റെസ്റ്റ് എടുക്കാനോ ടോയ്ലറ്റോ കാര്യങ്ങളോ 1-2 ടോയ്ലറ്റ് നമുക്കുണ്ട് ചെറിയ രീതിയിൽ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റീനെ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ആ സമയത്ത് ആരായിട്ടുണ്ടാവും വന്നിട്ട് എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ശിവത്തങ്ങളെ, നമ്മൾ ഒരു സംസ്ഥയുടെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു വലിയൊരു മെസ്സേജ് തന്നെ സൗഹാർദ്ദവും സാഹോദര്യവും സംസ്ഥ തന്നെ വിഭാവനം ചെയ്യുന്നൊരു മെസ്സേജ് അതാണ്. അവിടെയാണ് ഈ ഒരു നാടും ഈ ഒരു ക്ഷേത്രവും കമ്മിറ്റിയും ഒക്കെ വളരെ മാതൃകാപരമായിട്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. എന്തു പറയുന്നു? അൽഹംദുലില്ലാ, ഏറെ സന്തോഷം തോന്നുന്നത് സമസ്തയുടെ സമ്മേളനങ്ങൾ ഈ 100 വർഷങ്ങളിൽ 85ഉം 90ഉം ഒക്കെ നടന്നത് കടപ്പുറങ്ങളിലും അതുപോലെ തന്നെ വലിയ പുഴക്കരകളിൽ വിശാലമായ മണൽത്തരികളിലാണ്. ആലപ്പുഴയും അതുപോലെ കുറ്റിപ്പുറം നിളാനദിയൊക്കെ ആയിരുന്നു. ഇതൊരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ പരിസരവാസികൾ അതിനെ സ്വീകരിക്കുക എന്നൊരു ആശങ്ക ഞങ്ങൾക്കൊക്കെ ഇടയിൽ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മുടെ ഉസ്താദുമാർ കാട്ടിത്തന്ന ഒരു വലിയ പൈതൃകമുണ്ട്, ആ സാഹോദര്യത്തിൻ്റെ പൈതൃകം. ഇവിടെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെയും നാട്ടിലെ ബഹുജനങ്ങളെയും വിളിച്ചുകൂട്ടിയൊരു യോഗം ഞങ്ങളെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തിയത്. 2 പഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും അതുപോലെ ചർച്ചിലെ ഭാരവാഹികളൊക്കെ പങ്കെടുത്ത യോഗത്തിൽ അവർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഉത്സവമാണ്, ഞങ്ങളുടെ നാട്ടിൻ്റെ സമ്മേളനമാണ്, അത് ഞങ്ങൾ നോക്കിക്കോളും, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം. അതൊരു വലിയ ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഒരു നാട്ടിലേക്ക് വരുന്ന എന്താണോ എന്നല്ല, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഒരു ഇന്ത്യയിലെ ആധികാരിക ഒരു പണ്ഡിത സഭയാണ്. അതിനെയാണ് ഒരു സാഹോദര്യത്തിൻ്റെ പ്രതീകമായി ഇവിടുത്തെ
അന്യമതസ്ഥരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തീയ സഹോദരങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധരാകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ ഈ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷം നൽകി. വാക്കാലല്ല, പ്രവൃത്തിയിൽ ഇവിടുത്തെ ഈ കുനൂച്ചിയിലെ മുത്തപ്പൻ മടപ്പുരയിലെ ആളുകൾ മുത്തപ്പൻ പ്രതിദാനം ചെയ്യുന്ന സാഹോദര്യവും ആ മനുഷ്യത്വവും അത് കാണിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവർ കാഴ്ചവെച്ചത്. എല്ലാ പിന്തുണയുമായി ഞങ്ങളെല്ലാം 4 ദിവസത്തേക്ക് മാറ്റിവെച്ച് സഹകരിക്കാൻ സന്നദ്ധമാണെന്ന് അറിയിക്കുമ്പോൾ ഒരു സംഘാടകരായി നമ്മുടെ കൂടെ നിൽക്കുകയാണ് എന്ന പ്രതീതിയാണ് നൽകുന്നത്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 10,000-കണക്കിന് മദ്രസകളിലൂടെ നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു സാഹോദര്യം, അയൽവാസികളോടുള്ള പെരുമാറ്റം, മനുഷ്യത്വ സമീപനങ്ങൾ അത് പ്രാവർത്തികമാക്കുന്ന, അത് കാണിക്കുന്ന ഒരു സമ്മേളനമായി 100-ാം വാർഷികം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രൈക്ക് ഈ നാട്ടുകാരൻ കൂടിയാണ്. ഇത് ഇപ്പം സെക്രട്ടറി പറഞ്ഞ മാതിരി നമുക്ക് സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. ഇവർക്കെല്ലാവർക്കും നന്ദി. ഇതൊരു സമസ്തയുടെ സമ്മേളനമായിട്ടല്ല, ഇത് നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഞങ്ങളെല്ലാം കാണുന്നത്. അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ ഉത്സവത്തിൻ്റെ പിന്നാലെയാണ്. നമ്മൾ ഉത്സവം കൂടി എന്ന് പറയുന്നതാണ് സാധാരണ ഈ സ്ഥലത്ത് നടക്കുന്നത്. അതേപോലെ ഈ നാട്ടിലെല്ലാവർക്കും ഇതൊരു ഉത്സവം കൂടിയ പോലെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അതിനെല്ലാ പിന്തുണയും എല്ലാ സഹകരണവും നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുണ്ട്. അതിലൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാവരും നല്ല രീതിയിലാണ് സമ്മേളനമായിട്ട് സഹകരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഇതേ സഹകരണം തുറന്നുണ്ടാവും. മറ്റൊരു കേരള സ്റ്റോറിയും കൂടെ പിറക്കുകയാണ്. അതായത് എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നൊരു രാജ്യമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. അതിൻ്റെ ഒരു നേർസാക്ഷിയായിട്ടാണ് നമ്മൾ ഈ ഇത് കാണുന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മുത്തപ്പൻ മടപ്പുരയിലെ ആൾക്കാർ, അവരുടെ സഹകരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ലെവലിലാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്. അത് പ്രതീക്ഷിക്കുന്നു, എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പഠിപ്പിക്കുന്നതും മുന്നോട്ട് വെക്കുന്നതും സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെയാണ്. ആ സാഹോദര്യത്തെ ഈ കുന്നൂച്ചിയിലേക്ക് വരുമ്പോൾ നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്ന തരത്തിലാണ് ശ്രീമുത്തപ്പൻ മഠപുര ക്ഷേത്രം നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ. നമ്മൾ ഏവരും കാത്തിരിക്കുന്നത് ആ മഹത്തായ സമ്മേളന നാളുകൾ കടന്നു വരാൻ വേണ്ടിയാണ്. അവിടേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഈ ക്ഷേത്ര കമ്മിറ്റിയെയും നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. എന്നും ഈ സാഹോദര്യവും സൗഹാർദ്ദവും നിലനിർത്താൻ ഒരു ജനത ഇവിടെയുള്ളപ്പോൾ നമുക്ക് മറ്റൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായി അവതരിപ്പിക്കാനും വരാനും പാടില്ല എന്നതിൻ്റെ സന്ദേശം കൂടിയാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും തയ്യാറാക്കിയിരിക്കുന്നത്.